ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് രാവിലത്തെ ടിഫിനും അതുപോലെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നാട്ടുപുറത്തുള്ളവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും രാവിലെയുള്ള കിളികളുടെയും ഒച്ചപ്പാടും ബഹളവും. അപ്പോൾ രാവിലത്തെ ടിഫിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നത് പുട്ടാണ്. പിന്നെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അരി കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ വന്നതിന് ശേഷം തിളപ്പിച്ചിട്ട് ഊറ്റാൻ വെക്കും. അപ്പോൾ ചോറിൻ്റെ പരിപാടി വേഗം അങ്ങ് തീരുകയും ചെയ്യും. പിന്നെ ചോറിന് കറിയായിട്ടുണ്ടായിരുന്നത് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടേനും. അപ്പോൾ അത് നല്ലോണം തേങ്ങ അരച്ചിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ലൊരു തിളച്ച് കഴിഞ്ഞാൽ കറിയും. ഇന്നത്തെ വറവിനായിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ആണ്. വറവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. പൊരിയൽ അല്ലെ തോരൻ അല്ലെ ഉപ്പേരി, അങ്ങനെ പല പേരുണ്ട് ഈ സാധനത്തിന്. പിന്നെ കുറച്ച് മത്തി എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മഞ്ഞളും മുളകും ഉപ്പും കുരുമുളകും എല്ലാം ഇട്ടിട്ട് മത്തീനെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കല്ലുമ്മലിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കണം. എൻ്റെ വീട്ടിൽ പൊതുവേ കടലക്കറി ആക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി വഴറ്റി അതിൽ മല്ലിപ്പൊടിയും അതുപോലെ തക്കാളിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങേൻ്റെ കൂടെ അരച്ച് കറിയിൽ കൂട്ടുക ചെയ്യുക. കടലൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. നമ്മൾ അരപ്പും കൂടെ അരച്ച് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും കടുകും കറിവേപ്പിലയും എല്ലാം ചതച്ചിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിൽ താളിച്ചിട്ടാൽ അടിപൊളി കടലക്കറി സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചോറൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഊറ്റണം. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലോട്ട് മീനൊക്കെ ഇട്ട് രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അധികം ഷാലോ ഫ്രൈ തന്നെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഐറ്റം. നല്ല കുത്തരി മാറിപ്പോയി, നല്ല കുറുവ അരിൻ്റെ ചോറ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇത്തിരി വന്ന പോലെ ഉണ്ട്, പക്ഷേ അത് ആവിയൊക്കെ പോയി കഴിയുമ്പം സെറ്റാവും കേട്ടോ. അപ്പോൾ ഫ്രൈ ഉണ്ട്, നല്ല കുഞ്ഞി മത്തി പൊരിച്ചത്. പിന്നെ ഉള്ളത് ബീട്രൂട്ടും ക്യാരറ്റും, നല്ല അടിപൊളി വറവ്. ഞാനിപ്പോൾ ഇതിങ്ങനെ വേഗം മൂടുമെങ്കിലും കുറച്ച് നേരം ആവിയൊക്കെ കളഞ്ഞിട്ടാട്ടോ വെക്കുക. പിന്നെ കറിയായിട്ട് നല്ല തേങ്ങ അരച്ച കുഞ്ഞി മത്തിക്കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീണ്ടും കാണാം. ബൈ.